ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിലറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ധർമ്മന്റെ പുതിയ കടയിൽ ക്യാഷ്യറായിട്ട് ധർമ്മൻ ഇരിക്കാതെ വന്നപ്പം അവിടെ സുകന്യ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ധർമ്മനായാലും ധർമ്മന്റെ ഭാര്യ സുകന്യ ആയാലും ഒരുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ അത് കൈയടിച്ച് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അച്യുതൻ ഏട്ടനോട് ആദ്യമായിട്ട് സാധനം വാങ്ങി ഉദ്ഘാടനം ഏട്ടൻ തന്നെ ചെയ്തോളൂ എന്ന് പറയുമ്പം ഏട്ടൻ ചെന്നിട്ട് അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ധർമ്മൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം, എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് പോവുകയാണ്. കടയുടെ ഉദ്ഘാടനം ഇപ്പോഴല്ലേ കഴിഞ്ഞത്, നീ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ടാണെന്ന് പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടുകാർ. അതൊന്നും വില വെക്കാതെ ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് അലോക് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ സമയത്ത് തന്നെ കൊച്ചച്ഛനത് ഇങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക. പിന്നീട് കാണിക്കുന്നുണ്ട് ധർമ്മൻ ദേവമംഗലം വീടിന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുകയാണ്. കയറണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനമില്ലാതെ പോവാൻ നിൽക്കുമ്പോഴാണ് ധർമ്മൻ ഇങ്ങനെ മനസ്സിലോർക്കുന്നത്, കട തുടങ്ങിയ കാര്യം ഞാൻ ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു നെറുകേടായി പോകും. ഇനി എന്ത് വന്നാലും ആവട്ടെ, ഇതൊന്ന് ചെന്ന് അവരോട് പറയാമെന്ന് പറഞ്ഞ് ദേവമംഗലത്തേക്ക് കയറി പോകുന്നുണ്ട്. ധർമ്മൻ അകത്തെത്തി ആരെയും വിളിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഗോമതി കയറി വരുന്നത്. ഗോമതിയുടെ മുഖഭാവം കണ്ടിട്ട് ധർമ്മനൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഗോമതി ചോദിക്കുന്നുണ്ട്, ഓ നീ ഇവിടേക്കുള്ള വഴിയൊന്നും മറന്നിട്ടില്ലേ, എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കയറി വന്നത്, കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു, ചതിച്ചത് പറയാൻ വന്നതാണോ എന്ന്. ആ സമയത്താണ് ബാലൻ വരുന്നത്. ചേച്ചി അളിയ, കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, ആ കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു ഗോമതി പറയുന്നുണ്ട്. ഓ ഞാൻ നിന്റെ ചേച്ചിയാണല്ലേ ഇപ്പോഴും, അപ്പൊ ബാലേട്ടൻ നിന്റെ അളിയനുമായിരിക്കില്ലേ, എന്നിട്ടാണോ നീ കൂട്ടും ചതി ഞങ്ങളോട് ചെയ്തത്. ധർമ്മൻ നടന്ന കാര്യങ്ങളെല്ലാം ഗോമതിയോടും ബാലനോടും വിവരിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഒരു കട തുടങ്ങണമെന്നോ അത് കോമഡി സ്റ്റാർസിന്റെ അടുത്ത് തന്നെ വേണമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന കാര്യമല്ല. ഇത് ഏട്ടന്മാർ രണ്ടാളും കൂടെയാണ് തീരുമാനിച്ചതും കട വാങ്ങിയതും കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാൻ ഇന്നാണ് അത് അറിഞ്ഞത്. അതറിഞ്ഞ തൊട്ട് സമയത്താണ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ആവണ്ട എന്ന് കരുതി. ധർമ്മന് ഒരുപാട് തവണ കാര്യങ്ങളെല്ലാം വിവരിച്ചെങ്കിലും ഗോമതിയും ബാലനും അത് ഒരിക്കൽ പോലും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നില്ല. ബാലൻ പിന്നെയും പറയുന്നുണ്ട്, ഈ നാട്ടിലും ഗോമസ് ജോസിന്റെ അടുത്തായിട്ടും ആര് വേണമെങ്കിലും കട തുടങ്ങി കച്ചവടം നടത്തിക്കോട്ടെ, അതിനൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എല്ലാം അറിയുന്ന നീ തന്നെ അവിടെ ഒരു കട തുടങ്ങിയെന്ന് കാണുമ്പോൾ ഞങ്ങൾ എന്താണ് പിന്നെ ചിന്തിക്കേണ്ടത്. നീ ഞങ്ങളെല്ലാവരും ചതിച്ച് പക വീട്ടാണെന്നല്ലേ ഞങ്ങൾ കരുതുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നീ മനഃപൂർവ്വം പക വീട്ടാൻ തന്നെ ഇറങ്ങി തുനിച്ചതാണെന്ന്. ഒരക്ഷരം പോലും തിരിച്ചു പറയാനോ കാര്യങ്ങൾ ന്യായീകരിക്കാനോ ധർമ്മനെ അവർ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് മിത്ര അവിടേക്ക് കയറി വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മിത്ര ഗോമതിയോടും ബാലനോടും പറയുന്നുണ്ട്, അപ്പച്ചി ചെറിയച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നമുക്ക് അറിയാവുന്നതല്ലേ ചെറിയച്ഛനെ, ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേൾക്കുന്ന ഗോമതി മിത്രയോട് നീ ഇതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് വായടപ്പിക്കുന്നുണ്ട്. മിത്ര ആ സമയത്ത് ധർമ്മനോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചെറിയച്ഛ എന്ന് പറയുമ്പോൾ ഗോമതി അവിടെ പറയാണ്, ആ നീ ഉള്ളതെല്ലാം എടുത്തു കൊടുക്ക്, പാല് കൊടുക്കുന്ന കൈക്ക് തന്നെയാണ് അവൻ കുത്താന്ന്. ഇത് കേൾക്കുന്ന ധർമ്മന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ധർമ്മം പറയുന്നുണ്ട്, ചേച്ചി പറയുന്ന വാക്കുകളൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ചേച്ചി ഓർക്കണം. എനിക്കറിയാം ചേച്ചി ഇതൊക്കെ ദേഷ്യത്തിൽ പറയുന്നതാണെന്ന്, ഇത് കഴിഞ്ഞിട്ട് ചേച്ചി ഒറ്റയ്ക്ക് പോയി കരയുമെന്ന് എനിക്കറിയാം. അപ്പൊ ഗോമതി പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ ഒരിക്കലും ഈ കാര്യം ഓർത്ത് കരയില്ല, കാരണം ഇത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്, നീ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. നീ നോക്കിക്കോ, നീ എത്ര വലിയ കട കോമഡി സ്റ്റോഴ്സിന്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാനായി നീ തുടങ്ങിയ കട അധികം കാലം മുന്നോട്ട് പോവില്ല, അത് നിനക്കൊരിക്കലും ഗുണം ചെയ്യില്ലാന്ന്. അപ്പൊ ബാലനെ ഗോമതിയെ എതിർത്ത് സംസാരിക്കേണ്ടത്, വേണ്ട നീ അങ്ങനെ പറയണ്ട, ആ സമയത്ത് തെറ്റ് ചെയ്തവർക്ക് എന്തും ചെയ്യാം എന്തും പറയാം, ഞാൻ പറഞ്ഞാലാണോ ബാലയുടെ പ്രശ്നം എന്ന് പറഞ്ഞ് ബാലന്റെ വായ ഗോമതി അടപ്പിക്കുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇതിവിടെ വന്ന് പറയേണ്ട ഒരു കടമ എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയ ധർമ്മൻ അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ബാലനോട് പറയാണ്, ഇവിടേക്ക് വന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് ആ കട എനിക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്നാണ്. പക്ഷെ ഇനി ഞാനത് ചെയ്യുന്നില്ല, ആ കട ഞാൻ നോക്കി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ബാലനെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ തിരിച്ചും ധർമ്മനോട് പറയുന്നുണ്ട്, ഓ കാണാൻ നമുക്ക് ഒരു മാസത്തിലേറെ ആ കട അവിടെ നിൽക്കില്ല, അത് മുന്നോട്ട് പോവില്ല എന്നൊക്കെ. ധർമ്മൻ പോയി കഴിഞ്ഞ ശേഷം ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട്, ഇനി കാണാം ആരുടെ വാശിയാണ് ജയിക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് പുതിയ കടയിൽ നിന്ന് ധർമ്മൻ ഇറങ്ങിപ്പോയതിനു ശേഷം കുറെ നേരമായിട്ട് ധർമ്മനെ കാണാനില്ല. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ധർമ്മൻ എവിടെ പോയതാണാവോ, എന്റെ നിർബന്ധപ്രകാരമാണ് അവൻ ഈ കട തുടങ്ങാൻ വേണ്ടി സമ്മതിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് വേണ്ടിയില്ലായിരുന്നു, അവന്റെ ഇഷ്ടമില്ലാതെ ഒന്നും തുടങ്ങേണ്ടിയില്ലായിരുന്നു എന്ന്. അവരിതൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ധർമ്മൻ അവിടേക്ക് വന്നത്. നീ ഇത്ര നേരം എവിടെയാണ് ധർമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് ധർമ്മൻ അവിടെ നിന്നിട്ട് എല്ലാവരും മുന്നിലും കരയുന്നുണ്ട്. കാരണം ഇറക്കിയപ്പോൾ താൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ദേവമംഗലത്തേക്ക് ചെന്നതാണെന്നും ചെന്ന സമയത്ത് അവർ പറഞ്ഞതൊക്കെ സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ കരയണതെന്നും ധർമ്മൻ പറഞ്ഞു. നീ ഈ സമയത്ത് തന്നെ ഇതെല്ലാം പോയി ദേവമംഗലത്തിനോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ പോയി പറയാൻ നിന്ന നിനക്ക് ഇത് തന്നെയാണ് കിട്ടണതെന്ന്. അച്യുതൻ പറഞ്ഞതിന് കൂട്ടുപിടിച്ച് സുകന്യയും ധർമ്മനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ എന്തായി, ധർമ്മേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല, അവളെ തനിനിറം എന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ ഇനി മിണ്ടാതെ ഈ കടയെ നോക്കി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നോ എന്ന്. ഇന്ദിരാമ്മ പറയുന്നുണ്ട്, മോനെ നീ വിഷമിക്കേണ്ട, ഞാൻ ഗോമതിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാമെന്ന്. ആ സമയത്ത് അച്യുതനും അവിടെ ഉള്ളവരൊന്നും അതിന് സമ്മതിക്കുന്നില്ല. ഇതും പറഞ്ഞ് ധർമ്മനെയും സുകന്യയും കടയിലാക്കി അവരെല്ലാവരും വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് ധർമ്മനോട് പറഞ്ഞതിനെല്ലാം വിഷമിച്ച് കരയുന്ന ഗോമതിയാണ് കാണിക്കുന്നത്. ആ സമയത്ത് അവിടെ മീനാക്ഷിയും ഇത്രയും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ടാണ് ഗോമതി കരയുന്നത്. എന്നാലും ഞാനും
എന്നാലും ബാലേട്ടൻ അവനെ സ്വന്തം മകനെ പോലെയല്ല കണ്ടത്, എന്നിട്ട് അവനിങ്ങനെ പക ചോദിക്കാൻ നടന്നാലോ? ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിയും ഇത്രയും പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, മാമൻ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, എന്തൊരു ചതിയിലകപ്പെട്ടതാണ്. കോമതി അപ്പം അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഒന്നുമല്ല, അവൻ പക വീട്ടിയതാണ്, വാശി തീർത്തതാണ്. ശരിയാ, നമ്മൾ ചെയ്തതിലും തെറ്റുണ്ട്, എന്നാലും അവനോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നമ്മളെല്ലാവരും അവനെ തിരിച്ചു വിളിച്ചതല്ലേ. അവന്റെ മനസ്സിൽ മുറിവൊന്നും ഉണങ്ങാൻ സമയമെടുക്കും, എന്നിട്ട് അവൻ തിരിച്ചിങ്ങോട്ട് വന്നോളും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവൻ ചെയ്തതോ ഇതിനും വലിയൊരു കാര്യമായി പോയില്ലേ. എനിക്ക് ഇനി അങ്ങനെ ഒരു അനിയനും ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ അറിയ പോലും ഇല്ലെന്ന് കോമതി അവരോട് പറയുന്നു. അവനൊരു വിഷപ്പാമ്പാണ്, നമ്മൾ സ്നേഹിച്ചിരുന്ന പോലെ അവൻ തിരിച്ചും നമ്മളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ നമ്മളോട് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. 1 മിനിറ്റ്, ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോണും എടുത്ത് പുറത്ത് പോവാണ്. പുറത്തെത്തി മീനാക്ഷി കോൾ എടുത്തപ്പം അത് ദേവിയെടുത്തിയായിരുന്നു. ഫോൺ എടുത്ത ഉടനെ തന്നെ ദേവിയെടുത്ത് പറയേണ്ടത്, മോളെ നീ കട്ട് ചെയ്യില്ല, എത്ര തവണയായി ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? അപ്പൊ മീനാക്ഷി ഇടത്തിൻ്റെ പിന്നെ വിളിക്കാം, ഇവിടെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പ്രശ്നമോ? എന്താണ് ഇപ്പൊ പുതിയ പ്രശ്നമെന്ന് ദേവി ചോദിക്കുമ്പോൾ മീനാക്ഷി അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാമൻ പുതിയൊരു കട തുടങ്ങിയെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അത് നല്ലൊരു കാര്യമല്ലേ, അമ്മയ്ക്കും അത് തന്നെയായിരുന്നില്ല ആഗ്രഹം, മാമനൊരു ജീവിതമാർഗം കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ, പിന്നെ എന്തിനാ അവരെല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്ന ദേഷ്യപ്പെടുന്നതൊക്കെ. അപ്പോഴാണ് മീനാക്ഷി ധർമ്മമ്മൻ തുടങ്ങിയ കട ഗോമതി സോസിന്റെ തൊട്ടടുത്താണെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന ദേവിയുടെ ഷോക്കായിട്ട് നിൽക്കുന്നതായിരുന്നു എപ്പിസോഡിന്റെ അവസാന ഭാഗം. അടുത്ത എപ്പിസോഡിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.